Hi students, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് NCERT സെക്ഷൻ 4.7 ആംപിയർ സർക്യൂട്ടൽ തിയറം. ദിസ് ലോ ഗിവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ തരുന്ന ഒരു തിയറമാണ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. It states that the line integral of magnetic field around a closed loop is equal to mu0 times the current enclosed by the loop. നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൊണ്ട് എൻക്ലോസ് ചെയ്തതിന് ശേഷം ആ ലൂപ്പിലൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തിനു തുല്യമായിരിക്കും? mu0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. അതിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ഇതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രൂഫ് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള റിലേഷൻ തരുന്ന ലോ ഏതാണെന്ന് ചോദിച്ചാൽ ആംപിയർ സർക്യൂട്ടൽ തിയറമാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണ്? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ഐ എൻക്ലോസ്ഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. നമുക്കറിയാം ഗോസസ് തിയറവും കൂളോംസ് ലോയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ? അതായത് ഗോസസ് തിയറം കൂളോംസ് ലോയുമായിട്ട് എങ്ങനെയാണോ റിലേറ്റഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ ആംപിയർ സർക്യൂട്ടൽ തിയറം ബയോട്ട് സാവാർട്ട് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ആംപിയർ സർക്യൂട്ടൽ തിയറം ഈസ് ടു ബയോട്ട് സാവാർട്ട് ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വലൻ ടു ദ റിലേഷൻ ബിറ്റ്വീൻ ഗോസസ് ലോ ആൻഡ് കൂളോംസ് ലോ. ദാറ്റ് ഈസ് ഗോസസ് ലോ ഈസ് ടു കൂളോംസ് ലോ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങളിതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നിങ്ങൾ എന്തുപയോഗിച്ച് എൻക്ലോസ് ചെയ്യുക? ഒരു ലൂപ്പ് ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആൻഡ് ദാറ്റ് ക്ലോസ്ഡ് ലൂപ്പ് ഈസ് കോൾഡ് ആംപീരിയൻ ലൂപ്പ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് തിയറത്തിൽ നിങ്ങൾ പഠിച്ചത് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്നത് ഗോസിയൻ സർഫസ് എന്നാണ്. അതുപോലെ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ആൻഡ് ദാറ്റ് ലൂപ്പ് ഈസ് കോൾഡ് ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, ഇനി ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ട് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ലൂപ്പിന് ടാൻജൻഷ്യൽ ആയിരിക്കണം. അതുപോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് നോൺ സീറോ കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ബി ഈസ് ടാൻജൻഷ്യൽ ടു ദ ലൂപ്പ് ആൻഡ് ഈസ് നോൺ സീറോ കോൺസ്റ്റന്റ്. അതുകൊണ്ട് എന്താണ് ഗുണം? നമുക്കറിയാം ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നതാണ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ഐ എൻക്ലോസ്ഡ് എന്നാണ് അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുമ്പോൾ അത് ബി ഡി എൽ കോസ് തീറ്റയാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ടാൻജൻഷ്യൽ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. മാഗ്നറ്റിക് ഫീൽഡും എലമെൻ്റൽ ലെങ്ത് ഡി എല്ലും എന്താണ്? ഒരേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തീറ്റ 0 ആണ്. അതുകൊണ്ട് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ബി ഡി എൽ എന്ന് എഴുതാം. സോ ഇറ്റ് ബിക്കംസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു mu0 ഐ എൻക്ലോസ്ഡ്. ഓക്കെ, കൂടാതെ പറഞ്ഞത് എന്താണ്? ആ ലൂപ്പിൻ്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് അത് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡി എല്ലിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വെൻ യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ഡി എൽ യു വിൽ ഗെറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ലൂപ്പ്. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു mu0 ഐ എൻക്ലോസ്ഡ്. സോ ആംപിയർ സർക്യൂട്ടൽ തിയറം ഈസ് റെഡ്യൂസ്ഡ് ടു ദ ഫോം ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു mu0 ഐ എൻക്ലോസ്ഡ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്. ബി ഈസ് നോർമൽ ടു ദ ലൂപ്പ്. ഓക്കെ, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിന് ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ടാൻജൻഷ്യൽ ആയിരിക്കണം അല്ലെങ്കിൽ നോർമൽ ആയിരിക്കണം. നോർമൽ ആയതുകൊണ്ട് എന്താ ഗുണം? നമുക്കറിയാം ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ബിക്കം 0 ബിക്കോസ് ബി ആൻഡ് ഡി എൽ ആർ പെർപെൻഡിക്കുലർ. സോ കോസ് തീറ്റ ഈസ് കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദിസ് വൺ. ഓൺ ദ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കണം. ഓക്കെ, ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് നോൺ സീറോ കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ബിക്കംസ് 0. അപ്പോൾ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ല? അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോയിന്റ്സുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റാണ് അപ്ലിക്കേഷൻസ് ഓഫ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ അപ്ലിക്കേഷൻ ഇതാണ്.
മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിരുന്നു, അതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആംപിയർ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫിഗറും ഡെറിവേഷനും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: B = μ0I / 2πr. ഓക്കെ, അവിടെ I എന്ന് പറയുന്നത് ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടാണ്. R എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, വെർ R ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B = μ0I / 2πr ആണ്. സോ ഡിസ്റ്റൻസിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മാറുന്നത്? ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ, B is proportional to 1/r. സോ ആസ് R increases, മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസ് തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇനി അഥവാ നിങ്ങളോട് ചോദിക്കുന്നത് ബിയും 1/r തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിലോ? നമുക്കറിയാം B proportional to 1/r ആണ്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദ straight line indicates that magnetic field is directly proportional to 1/r. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. ഇതേ റൂൾ തന്നെ നമുക്ക് എവിടെ ഉപയോഗിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്? സർക്കുലർ കോയിലിൻ്റെ കേസിൽ ഉപയോഗിക്കാം. പക്ഷേ അവിടെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കാം. റൈറ്റ് ആൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണ്. ഈ ഫിഗർ നോക്കൂ, അവിടെ കാണിച്ചിരിക്കുന്നത് അയാളുടെ റൈറ്റ് ഹാൻഡ് ആണ്. ആ റൈറ്റ് ഹാൻഡിൽ അയാൾ എന്ത് പിടിച്ചിരിക്കുന്നു? ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? തമ്പ് പോയിന്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. തമ്പ് ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കണം? കറണ്ട് ഡയറക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓൾ ദ കേൾഡ് ഫിംഗർ വിൽ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ സർക്കുലർ കോയിലിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നോക്കൂ, ആ കേൾഡ് ഫിംഗേഴ്സ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആ കണ്ടക്ടറിന് ചുറ്റുമാണ് അല്ലേ? ഇൻ ദ ഫോം ഓഫ് എ ക്ലോസ്ഡ് റിംഗ്. ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈനിൻ്റെ മുകളിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഈ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരക്കുക. ഇനി ഈ പോയിന്റിലാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ അവിടെ നിങ്ങളൊരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ഒരു ഫിഗർ കൂടി കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിലും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണുള്ളത്? സർക്കിൾസിൻ്റെ രൂപത്തിലാണ് അല്ലേ? എങ്ങനെയുള്ള സർക്കിൾസ് ആണ്? എല്ലാ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? ആ സെൻറ്ററിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? ആ കണ്ടക്ടർ കടന്നു പോകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈസ് ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്. ശരിയല്ലേ? ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദീസ് സർക്കിൾസ് ആർ ലൈങ് ഓൺ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ കണ്ടക്ടർ. കണ്ടക്ടർ വെച്ചിരിക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്പെഷ്യാലിറ്റിയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സോളിനോയിഡിനെ കുറിച്ചാണ്. എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് എൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഹെലിക്സിൻ്റെ ഫോമിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയറാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ സോളിനോയിഡിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോളിനോയിഡിൻ്റെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് നോക്കൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഐഡിയൽ സോളിനോയിഡ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഇതാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് ദ റേഡിയസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ദ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. സോ വി ക്യാൻ റൈറ്റ് ഫോർ എൻ ഐഡിയൽ സോളിനോയിഡ് L ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ R. യു ഗോട്ട് ഇറ്റ്? ഇനി ഈ സോളിനോയിഡിലൂടെ കറണ്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? നിങ്ങൾ നോക്കൂ, ഈ ഫിഗറിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് യൂണിഫോം ആൻഡ് പാരലൽ ടു ദ ആക്സ് ഓഫ് ദ സോളിനോയിഡ്. ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ഓഫ് എൻ ഐഡിയൽ സോളിനോയിഡ് ഈസ് 0. അതായത് സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? യൂണിഫോം ആണ്, പാരലൽ ടു ദ ആക്സ് ആണ്. കൂടാതെ ഐഡിയൽ സോളിനോയിഡ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എത്രയാണ്? 0 ആണ്.
ഐഡിയൽ അല്ലെങ്കിലോ, ഐഡിയൽ സോളിനോയിഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്ത് ഉണ്ട്, പക്ഷെ അതൊരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രത്യേകത എന്താണ്? യൂണിഫോം ആണ്, മീൻസ് കോൺസ്റ്റന്റ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പാരലൽ ടു ദ ആക്സിസ്. മനസ്സിലായില്ലേ? ആൻഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0 ആണ് ഫോർ എൻ ഐഡിയൽ സോളിനോയിഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തും ഉണ്ടായിരിക്കും, പക്ഷെ അതെന്തായിരിക്കും? വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ആണ്. അത് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യണം. അതിൻ്റെ ഫിഗറും ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 മാർക്കിന് ചോദിക്കും. അത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് B ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു സ്മോൾ n ഇൻറ്റു I എന്ന. അവിടെ I എന്ന് പറയുന്നത് ആ സോളിനോയിഡിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ്. N എന്ന് പറയുന്നത് total number of turns per unit length ആണ്. That is capital N divided by L, where capital N is the total number of turns in the solenoid and L is the length of the solenoid. That is very important. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അറ്റ് വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 Ni/2 ആണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ആ സോളിനോയിഡിൻ്റെ എൻഡുകളിൽ ഉണ്ടാവുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഓക്കെ, നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അറ്റ് വൺ എൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. അതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. ഈ ഗ്രാഫ് പഠിച്ചു വെക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൊറോയിഡിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ടൊറോയിഡ്? ടൊറോയിഡ് ഈസ് എ സോളിനോയിഡ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ രൂപത്തിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സോളിനോയിഡാണ് ടൊറോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ഇതാണ് ടൊറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ടൊറോയിഡിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടൊറോയിഡ് ഈസ് യൂണിഫോം ആൻഡ് പാരലൽ ടു ദ ആക്സ് ഓഫ് ദ ടൊറോയിഡ്. അതായത് സോളിനോയിഡിനെ പോലെ തന്നെ ടൊറോയിഡിൻ്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എന്താണ്? യൂണിഫോം ആണ്, പാരലൽ ടു ദ ആക്സ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ് ഈസ് 0. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ടൊറോയിഡിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്? ദാറ്റ് ഈസ് μ0 സ്മോൾ n ഇൻറ്റു I ആണ്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ ഒന്നുകൂടി നോക്കൂ. ഈ ടൊറോയിഡിൻ്റെ ഇന്നർ റേഡിയസ് A ആണ്, ഔട്ടർ റേഡിയസ് B ആണ്. Okay, and what is the distance from center to the axis of the toroid? That is r, and that is called radius of the toroid. അതുകൊണ്ട് ടൊറോയിഡിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. r ഈക്വൽ ടു a പ്ലസ് ബി ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇന്നർ റേഡിയസ് പ്ലസ് ഔട്ടർ റേഡിയസ് ഡിവൈഡ് ബൈ 2 ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ഈ ടൊറോയിഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാലോ? നമുക്കറിയാം അതൊരു സർക്കുലർ ഫോമിലാണുള്ളത്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? r ആണ്. സോ ദ ലെങ്ത് ഓഫ് ദ ടൊറോയിഡ് ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു 2πr ആണ്. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ടൊറോയിഡ്. ഇതിൻ്റെ ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. ആംപിയർ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് ടൊറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫിഗറും ഡെറിവേഷനും പഠിച്ചു വെക്കുക. അത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ടൊറോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: B ഈസ് ഈക്വൽ ടു μ0 സ്മോൾ n ഇൻറ്റു I. അവിടെ സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് സ്മോൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L. പക്ഷേ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ടൊറോയിഡ് ഈസ് 2πr. ഓക്കെ, സോ ഇറ്റ് ഈസ് n ഡിവൈഡ് ബൈ 2πr. ഓക്കെ, സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫിഗർ ഷോസ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ റേഡിയസ് A carrying a steady current I. Current I is uniformly distributed across this cross section. Calculate the magnetic field in the region R less than A and R greater than A. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ തന്നിട്ടുണ്ട്. അതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. ഓക്കെ, ആ കറണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. ഇൻ ദ റീജിയൻ R ലെസ് ദാൻ A ആൻഡ് R ഗ്രേറ്റർ ദാൻ A. ഇത് സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്ടറിൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷനാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ റീജിയൻ R ഗ്രേറ്റർ ദാൻ A. ഗ്രേറ്റർ ദാൻ A എന്ന് പറയുമ്പോൾ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ആംബിയർ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പം ഞാനിവിടെ ലൂപ്പ് 1 എന്ന ഒരു ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഫോർ ദിസ് ലൂപ്പ് ആർ ഈസ് ഗ്രേറ്റർ ദെൻ എ. ഓക്കെ, ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ലൂപ്പിൻ്റെ മുകളിലൊരു എലമെൻ്റൽ ലെങ്ത് കൺസിഡർ ചെയ്യണം. ആൻഡ് എലമെൻ്റൽ ലെങ്ത് ഈസ് ഹിയർ DL. ഓക്കെ, ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറി അപ്ലൈ ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറി എന്താ പറയുന്നത്? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് DL ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I എൻക്ലോസ്ഡ് അല്ലേ. ഈ കേസിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദ ടാൻജൻറ്റ് ആൻഡ് DL ഈസ് ഓൾസോ അലോങ് ദ ടാൻജൻറ്റ്. അപ്പോൾ ബിയുടെയും DLൻ്റെയും ഇടയിലുള്ള ആംഗിൾ സെയിം ആയതുകൊണ്ട് B ഡോട്ട് DL എന്ന് പറയുന്നത് BDL എന്നായി മാറും. കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് DLനെയാണ്. അപ്പോൾ B ഇൻറ്റു L എന്നായിട്ട് B ഇൻറ്റു L എന്ന രൂപത്തിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം റെഡ്യൂസ് ചെയ്യപ്പെടും. സോ വി ക്യാൻ റൈറ്റ് B ഇൻറ്റു L ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I എൻക്ലോസ്ഡ്. ഓക്കെ, ഇവിടെ L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആംബിയൻ ലൂപ്പാണ്. ആ ആംബിയൻ ലൂപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? R ആണ്. ആൻഡ് R ഈസ് ഗ്രേറ്റർ ദാൻ A. സോ L ഈസ് 2πr. സോ B ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് എന്ന് കിട്ടും. അവിടെ I എൻക്ലോസ്ഡ് I ആണ്. സോ ഇറ്റ് ഈസ് μ0 I. So B is equal to μ0 I divided by 2πr. So this is the magnetic field outside the conductor. Okay, and the magnetic field outside the conductor is inversely proportional to the distance. Okay, that is B proportional to 1/r. So as the distance increases, magnetic field outside the conductor decreases. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് അറ്റ് R ഈസ് ഈക്വൽ ടു A. ഓക്കെ, R ഈക്വൽ ടു A എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ആംബിയൻ ലൂപ്പിൻ്റെ റേഡിയസ് എത്രയായിരിക്കണം? R ഈക്വൽ ടു A ആയിരിക്കണം. ഓക്കെ, അതിന് മുകളിൽ ഒരു ചെറിയ എലമെൻ്റ് സെഗ്മെൻറ്റ് DL കൺസിഡർ ചെയ്യുക. മനസ്സിലായല്ലോ. എന്ന് നിങ്ങൾ ആംബിയർ സർക്യൂട്ടൽ തിയറി അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് DL ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I എൻക്ലോസ്ഡ്. പക്ഷേ ഇവിടെയുള്ള കേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ടാൻജൻ്റ് ആണ്, DLും ടാൻജൻ്റ് ആണ്. അതുകൊണ്ട് ഇതെന്തായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും? B ഇൻറ്റു L എന്നായിട്ട് മാറും. സോ B ഇൻറ്റു L ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് ഈസ് I. ഓക്കെ, വാട്ട് ഈസ് L ദർ? L ഈസ് ദ ലെങ്ത് ഓഫ് ദ ആംബിയൻ ലൂപ്പ് ഓഫ് റേഡിയസ് R ഈക്വൽ ടു A. സോ ഇറ്റ് ഈസ് 2πa അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് എഴുതാം? B ഇൻറ്റു 2πa ഈസ് ഈക്വൽ ടു μ0 I. സോ B ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2πa. സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഇനി ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ്റെ അകത്ത് ആറിൻ്റെ സ്ഥാനത്ത് A കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് μ0 I ഡിവൈഡ് ബൈ 2πa എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടറാണ്. ദാറ്റ് ഈസ് അറ്റ് R ഇസ് ലെസ് ദാൻ A. ഓക്കെ, അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒരു ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. ലൂപ്പ് നമ്പർ 3 ഓഫ് റേഡിയസ് R ലെസ് ദാൻ A. ഓക്കെ, കൂടാതെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു എലമെൻറ്റ് സെഗ്മെൻറ്റ് DL മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറി അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ആംബിയർ സർക്യൂട്ടൽ തിയറം ഈസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B ഡോട്ട് DL ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഓക്കെ, ഇവിടെയുള്ള കേസിലും നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ DLും അലോങ് ദ ടാൻജൻ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു വാട്ട്? B ഇൻറ്റു L. സോ B ഇൻറ്റു L ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഓക്കെ, ഇവിടെ L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് ആംബിയൻ ലൂപ്പ്. ദാറ്റ് ഈസ് 2π ഇൻറ്റു സ്മോൾ r ആൻഡ് വേർ R ഈസ് ലെസ് ദാൻ A. സോ B ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് എന്ന് കിട്ടും. ശരിയല്ലേ? പക്ഷേ ഇവിടെ I എൻക്ലോസ്ഡ് എത്രയാണെന്ന് അറിയുമോ? അറിയില്ല. കാരണം ഇവിടെ I എന്ന് പറയുന്നത് ദ ടോട്ടൽ കറണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ടോട്ടൽ കണ്ടക്ടർ അല്ല. എന്താണ്? എ പോർഷൻ ഓഫ് ദ കണ്ടക്ടർ ഓഫ് റേഡിയസ് R ലെസ് ദാൻ A. അതുകൊണ്ട് ആ ഒരു ആംബിയൻ ലൂപ്പിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് I അല്ല, അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ I എൻക്ലോസ്ഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കിവിടെ കറണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞതുകൊണ്ട് വി ക്യാൻ ഡിഫൈൻ എ ടേം കോൾഡ് കറണ്ട് ഡെൻസിറ്റി J. ഓക്കെ, കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് I ഡിവൈഡ് ബൈ A ആണ്. ഇറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ J ഈസ് ഈക്വൽ ടു I ബൈ A ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. J ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ total area of the conductor is pi a square. That is equal to I enclosed by that area. What is the area? That is the ambient loop of radius small r. So pi into small r square.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? ഐ എൻക്ലോസ്ഡ് കിട്ടില്ലേ? എത്ര ഐ എൻക്ലോസ്ഡ്? ഇവിടെ പയ്യും ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ഐ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ശരിയല്ലേ? അത് നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ കൊടുക്കുക. ദറ്റ് ഈസ് ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ആർ ക്യാൻസൽഡ്. സോ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ ഡിവൈഡ് ബൈ 2πa സ്ക്വയർ. So this is the equation for the magnetic field inside the conductor, and the magnetic field inside is directly proportional to the radius. മനസ്സിലായില്ലേ? സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് NCERT പ്രോബ്ലം ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ കണ്ടക്ടർ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ, ആൻഡ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. സോ ദിസ് ഈസ് ദ ഗ്രാഫ്, ആൻഡ് ദിസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരീസ് 35 ആംപിയർ. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദിസ് കണ്ടക്ടർ അറ്റ് എ പോയിന്റ് 20 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ വയർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ഐ എത്രയാണ്? 35 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് ടു ദാറ്റ് പോയിന്റ് ഫ്രം ദ കണ്ടക്ടർ ആർ ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 20 × 10⁻² മീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കണ്ടക്ടർ. സോ ദ ഇക്വേഷൻ ഈസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, നമുക്കിതിൻ്റെ വാല്യൂസ് കൊടുക്കാം. മ്യൂ 0യുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 4π × 10⁻⁷ ആണ്. കറണ്ട് തന്നിരിക്കുന്നത് 35 ആംപിയർ ആണ്. ഡിവൈഡഡ് ബൈ 2π × r ഈസ് 20 × 10⁻². ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? 4π × 10⁻⁷ × 35 divided by this is 40π × 10⁻² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ 4ഉം ഇവിടെ ഡിനോമിനേറ്റർ 10⁻⁻1 വരും. 10⁻⁻1ഉം മുകളിൽ 10⁻⁻7ഉം. സോ 10⁻⁻6. 4π cancelled. So the answer is 35 × 10⁻⁻6 Tesla. So this is the magnetic field due to this conductor. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് 80 സെൻറ്റിമീറ്റർ ലോങ്. സോ ദ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ഈസ് 80 സെൻറ്റിമീറ്റർ. ഹാസ് 5 layers ഓഫ് വൈൻഡിങ് ഓഫ് 400 ടേൺസ് ഈച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ 5 ലെയറുകളുണ്ട് 400 ടേൺസ് ഉള്ളത്. അപ്പോൾ ഒരു ലെയറിൽ 400 ടേൺസ് ഉണ്ടെങ്കിൽ 5 ലെയറിലും കൂടി ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 2000 ആണ് അല്ലേ? സോ 5 × 400 ഈസ് ഈക്വൽ ടു 2000. ഓക്കെ, ഇത്രയും നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. സോ ദിസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സോളിനോയിഡ് ഈസ് 1.8 സെൻറ്റിമീറ്റർ. ദറ്റ് ഈസ് d ഈസ് ഈക്വൽ ടു 1.8 സെൻറ്റിമീറ്റർ. ദറ്റ് ഈസ് 1.8 × 10⁻² മീറ്റർ. ഇതിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് r ഈസ് ഈക്വൽ d/2 ആണ്. ദറ്റ് ഈസ് 0.9 സെൻറ്റിമീറ്റർ എന്ന് വരും. ദറ്റ് ഈസ് 0.9 × 10⁻² മീറ്റർ എന്ന് വരും. ഓക്കെ, ഇഫ് ദ കറണ്ട് ക്യാരിഡ് ഈസ് 8 ആംപിയർ. സോ ദ കറണ്ട് ഗിവൺ ഈസ് വാട്ട്? 8 ആംപിയർ. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻസൈഡ് ദ സോളിനോയിഡ് നിയർ അറ്റ് ഇറ്റ്സ് സെൻറ്റർ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് എ സോളിനോയിഡ്. സോ ഇറ്റ് ഈസ് മ്യൂ 0 സ്മോൾ n × I. അപ്പം നമുക്കറിയാം സ്മോൾ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഇറ്റ് ഈസ് മ്യൂ 0 ക്യാപിറ്റൽ N × I ഡിവൈഡഡ് ബൈ L. ഓക്കെ, സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ദറ്റ് ഈസ് 4π × 10⁻⁷ × 2 × 10⁻3. Okay, number of turns is 2000. That is 2 × 10⁻3 into I. I is what? 8 ampere. Divided by length is 80 centimeter. That is 80 × 10⁻². Okay, ഈ values നമ്മൾ substitute ചെയ്യാം. Okay, ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? This is equal to, ഇവിടെ ഡിനോമിനേറ്ററിൽ 10⁻⁻1 വരും. ഓക്കെ, ദാറ്റ് ഈസ് 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10⁻+1 ഇൻറ്റു 10⁻3 10⁻4 10⁻4 ഇൻറ്റു 10⁻7 10⁻3 വരും. ഓക്കെ, ഇവിടെയുള്ള കേസിൽ 8 8ഉം ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ ദ ആൻസർ ഈസ് വാട്ട്? 8π ഇൻറ്റു 10⁻³ ടെസ്ല. So this is the value of magnetic field. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.